സോ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പഠിച്ചു കഴിഞ്ഞു. അടുത്തിടെ നമുക്ക് പഠിക്കാനുള്ളത് ഡയോഡിനെ കുറിച്ചാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങൾ സിംഗിൾ ക്രിസ്റ്റൽ അസ്യൂം ചെയ്യുക. സിംഗിൾ ക്രിസ്റ്റൽ സിലിക്കണിന്റെ ഇൻട്രിൻസിക് സിലിക്കൺ ക്രിസ്റ്റൽ അസ്യൂം ചെയ്യുക. അതിന് രണ്ട് പാർട്ടായിട്ട് അസ്യൂം ചെയ്യുക. ഒരു ഭാഗത്തിനെ 13th ഗ്രൂപ്പിൽ പെട്ട എലമെന്റ് കൊണ്ട് ഡോപ്പ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? 13th ഗ്രൂപ്പ് ആകുമ്പോൾ 3 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഒരു 13th ഗ്രൂപ്പ് ആറ്റം 4 സിലിക്കൺ ആറ്റവുമായിട്ട് കോവലന്റ് ബോണ്ട് ഫോം ചെയ്യും. അപ്പം 4 കിട്ടും. അപ്പം 4 3 7 ആവും. സ്റ്റെബിലിറ്റിക്ക് 8 വേണം. അപ്പോൾ ഒരു ബോണ്ടിനകത്തൊരു ഹോൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? പി ടൈപ്പ് ആയിട്ട് മാറും. അപ്പോൾ 13th ഗ്രൂപ്പിനെ ഡോപ്പ് ചെയ്തു. അപ്പോൾ ഈ റീജിയൻ പി ടൈപ്പ് ആയിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും പി ടൈപ്പ് ആയിട്ട് മാറുമ്പോൾ അവിടെ ഹോൾസ് ആയിരിക്കും. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ്. ഇലക്ട്രോൺസ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഹോൾസ് ആണ് മെയിൻ ആൾക്കാർ എന്നുള്ളത് കൊണ്ട് ഹോൾസിനെ മാത്രം വരച്ച് കാണിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തിനെ 15th ഗ്രൂപ്പ് കൊണ്ട് ഡോപ്പ് ചെയ്യുന്നു. 15th ഗ്രൂപ്പ് ആകുമ്പോൾ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഒരു 15th ഗ്രൂപ്പ് 4 സിലിക്കണുമായിട്ട് കോവലന്റ് ബോണ്ട് ഫോം ചെയ്യും. അപ്പം 4 ഇലക്ട്രോണിനെ കിട്ടും. അപ്പം 5ഉം 4ഉം 9 ആയിട്ട് മാറും. ബോണ്ടിങ്ങിന് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് 8 മതി. ഒരെണ്ണം ഫ്രീ ആവും. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്ത് ടൈപ്പായിട്ട് മാറും? എൻ ടൈപ്പായിട്ട് മാറും. അപ്പോൾ അവിടുത്തെ മെജോറിറ്റി ഇലക്ട്രോൺസ് ആയിരിക്കും. മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ഉണ്ടാവും. എന്നാലും കറണ്ടിന്റെ മെയിൻ റീസൺ ഇലക്ട്രോൺസ് ആയതുകൊണ്ട് ആ ഇലക്ട്രോൺസിനെ വരച്ചാൽ മതി. ഇനി ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, ഇവിടെ ഹോൾസിനെ മാത്രമേ വരച്ച് കാണിച്ചിട്ടുള്ളൂ. മൈനോറിറ്റി ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്. ഹോൾസ് മാത്രം വരച്ച് കാണിച്ചു എന്നുള്ളത് കൊണ്ട് ഈ ഭാഗത്തിന് പോസിറ്റീവ് ചാർജ് ഇല്ല. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഈ റീജിയൻ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. കാരണം ഹോൾസിന്റെ പോസിറ്റീവ് ചാർജ് അസംഷൻ മാത്രമാണ്. ഈ ഭാഗത്ത് ഇലക്ട്രോൺസിനെ വരച്ച് കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് അവിടെ നെഗറ്റീവ് ചാർജ് ഇല്ല ആ റീജിയൻ. കാരണം ഈ ഇലക്ട്രോൺസിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ട പ്രോട്ടോണുകൾ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഈ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുണ്ട്. സോ ഈ റീജിയനും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പോൾ 13th ഗ്രൂപ്പ് കൊണ്ട് ഡോപ്പ് ചെയ്ത് ഒരു റീജിയൻ പി ആക്കി മാറ്റി. 15th ഗ്രൂപ്പ് കൊണ്ട് ഡോപ്പ് ചെയ്ത് ഒരു റീജിയൻ എൻ ആക്കി മാറ്റി. പക്ഷെ രണ്ട് റീജിയനും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. നമ്മൾ മെജോറിറ്റിയെ മാത്രമേ വരച്ച് കാണിച്ചിട്ടുള്ളൂ എന്നേ ഉള്ളൂ. ഇനി സംഭവിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ പിയും എന്നും കൂടെ ചേരുന്ന ജംഗ്ഷൻ ആയിരിക്കും. പി ടൈപ്പും എൻ ടൈപ്പും കൂടെ ചേരുന്ന ജംഗ്ഷനാണ്. സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസ് നോക്കുമ്പോൾ അവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അവർക്കിടയിൽ റിപ്പൽഷൻ ഉണ്ടാവും. അതുകൊണ്ട് അവർ മാക്സിമം എവേ ആയിട്ട് സ്റ്റേ ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുക. അവർ നോക്കുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രോണുകൾ എൻ റീജിയനുള്ള ഇലക്ട്രോണുകൾ പരസ്പരമുള്ള റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും? പി റീജിയനിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ അതിന് ഡിഫ്യൂഷൻ എന്ന് പറയും. സോ ഇലക്ട്രോൺസ് ഇൻ ദി എൻ റീജിയൻ ഡിഫ്യൂസസ് ടു ദി പി റീജിയൻ. ഇങ്ങോട്ടത്തേക്ക് വരും. അപ്പൊ ആദ്യമേ ഒരു ഇലക്ട്രോൺ വരുന്നത് സങ്കല്പിക്കുക. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടത്തേക്ക് വരുമ്പോൾ ഈ ഭാഗം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞല്ലോ. ക്രിസ്റ്റലിന്റെ ഈ ഭാഗം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരുന്ന ഭാഗത്ത് നിന്ന് ഇലക്ട്രോൺ അങ്ങ് പോകും. അപ്പൊ ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ അവിടെ എന്തുണ്ടാകും? പോസിറ്റീവ് ചാർജ് എക്സസ് ആയിട്ട് ഉണ്ടാകും.
ആ ഇലക്ട്രോൺ ദാ ഇവിടെ വരും. ആ ഇലക്ട്രോണിനെ അവിടുത്തെ ഹോള് അൺസ്റ്റേബിൾ ബോണ്ട് അതങ്ങ് റിസീവ് ചെയ്യും. അപ്പോൾ അവിടുത്തെ ബോണ്ടിനകത്തുള്ള ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ഇല്ലാതാവും. പക്ഷെ എന്ത് സംഭവിക്കും? ഇലക്ട്രിക്കലി ന്യൂട്രൽ അല്ല ഈ ഭാഗം. ഈ ഭാഗം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന ഭാഗത്തേക്കാണ് ഇലക്ട്രോൺ വന്നത്. സോ ആ ഭാഗം എന്തായി മാറും? നെഗറ്റീവായി മാറും. അപ്പൊ അടുത്ത ഇലക്ട്രോൺ വരും. അടുത്ത ഇലക്ട്രോൺ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് ചാർജ് കൂടി എക്സസ് ആവും. ആ ഇലക്ട്രോൺ ഈ ഹോള് അബ്സോർബ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് എക്സസ് ആവും. അടുത്ത ഇലക്ട്രോൺ വരും. പിന്നെ പ്രശ്നമുണ്ട്. ആദ്യമേ ഇവിടെ നെഗറ്റീവ് ഉണ്ടായിരിക്കും. ഈ നെഗറ്റീവ് ചാർജുകൾ പിന്നെ വരുന്ന ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും. ആൾറെഡി ഈ റീജിയൻ നെഗറ്റീവായി. അത് പിന്നെ ഇങ്ങോട്ടത്തേക്ക് വരുന്ന ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും. പക്ഷെ ഇവിടെ നിന്നുള്ള പുഷ് ഈ നെഗറ്റീവിന്റെ റിപ്പൽഷനേക്കാൾ കൂടുതലായതുകൊണ്ട് ഇലക്ട്രോൺസിന് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ വീണ്ടും ഇലക്ട്രോൺ വരും. അപ്പോൾ ഈ ഭാഗം പോസിറ്റീവ് ആവും, ഈ ഭാഗം നെഗറ്റീവ് ആവും. എന്ന് പറഞ്ഞാൽ പി റീജിയന്റെ ഭാഗത്ത് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും, എൻ റീജിയന്റെ ഭാഗത്ത് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ഈ നെഗറ്റീവ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഇലക്ട്രോൺ വരുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ഈ പോസിറ്റീവ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ പിന്നെ വരുന്ന ഇലക്ട്രോണുകളെ റിപ്പൽ ചെയ്യും. അപ്പോൾ ആദ്യമൊക്കെ അതിന്റെ വില കുറവായതുകൊണ്ട് ഇലക്ട്രോണിനെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. പക്ഷേ ഇലക്ട്രോൺ വരുന്നതിനനുസരിച്ച് ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടി വരികയും ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തി കഴിയുമ്പോൾ പിന്നെ വരുന്ന ഇലക്ട്രോണുകളെ തടയാൻ പറ്റുന്ന രീതിയിലാവുകയും ചെയ്യും. അപ്പോൾ ആദ്യമേ ഒരു ഇലക്ട്രോൺ വരുമ്പോൾ അത്രയും ചെറിയൊരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആവും. രണ്ടെണ്ണമാകുമ്പോൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടും, മൂന്നെണ്ണമാകുമ്പോൾ വീണ്ടും നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടും. ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഇങ്ങോട്ട് വരുന്ന ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങോട്ട് വരുന്ന ഇലക്ട്രോണിന്റെ റിപ്രഷൻ ആയിരിക്കും കൂടി, അതുകൊണ്ട് തന്നെ വരും. പക്ഷേ പിന്നെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടി ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ എത്തി കഴിയുമ്പോൾ ഫർദർ വരുന്ന ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റും? തടഞ്ഞ് നിർത്താൻ പറ്റും. അപ്പോഴത്തേക്ക് ഈ ഡിഫ്യൂഷൻ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? പി റീജിയന്റെ ഭാഗത്ത് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടായി, എൻ റീജിയന്റെ ഭാഗത്ത് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടായി. ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എൻ റീജിയനിൽ നിന്ന് പി റീജിയനിലേക്ക് വരുന്ന ഇലക്ട്രോണിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ പിയിൽ നിന്ന് എന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഹോളുകളെയും ബ്ലോക്ക് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ പി എൻ ജംഗ്ഷന് അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു ബാരിയറിനെ പോലെ ആക്ട് ചെയ്യുന്നു. എൻ റീജിയനിൽ ഇലക്ട്രോണുകൾ ഇപ്പുറത്തേക്ക് വരാതെയും പി റീജിയനിലെ ഹോളുകൾ അപ്പുറത്തേക്ക് പോകാതെയും ഒരു ബാരിയറിനെ പോലെ ഇവർ ആക്ട് ചെയ്യുന്നു, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതുകൊണ്ട് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയും. ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ. അപ്പോൾ ബാരിയർ എന്ന് വിളിക്കുന്ന കാര്യം മനസ്സിലായല്ലോ. ഈ എൻ റീജിയനിലെ ഇലക്ട്രോണുകൾ പി റീജിയനിലേക്ക് വരുമ്പോൾ എൻ റീജിയനകത്ത് ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും, പി റീജിയനകത്ത് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ആ നെഗറ്റീവ് പോസിറ്റീവ് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഫർദർ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്തിട്ട് ഈ ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഒരു ബാരിയർ കണക്കാക്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ വിളിക്കുന്നത്. സിലിക്കൺ ക്രിസ്റ്റലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0.7 വോൾട്ട് ആയിരിക്കും. 0.6, 0.7 വോൾട്ട് ആയിരിക്കും. ഡോപ്പിംഗ് അനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും. 0.7 വോൾട്ട് ആയിരിക്കും. ജർമേനിയമാണ് എടുക്കുന്നതെങ്കിൽ 0.3 വോൾട്ട് ആയിരിക്കും. അപ്പോൾ സിലിക്കൺ ക്രിസ്റ്റലെടുത്താണ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ ചാർജുകളുടെ മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് സിലിക്കന്റെ കേസിനകത്ത് 0.7 വോൾട്ട് ആയിരിക്കും. ജർമേനിയം ക്രിസ്റ്റലാണ് ഈ പി എൻ ജംഗ്ഷൻ ഉണ്ടാക്കിയതെങ്കിൽ അത് എത്രയായിരിക്കും? 0.3 വോൾട്ട് ആയിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ റീജിയൻ ഇത്രയും റീജിയന്റെ പ്രത്യേകത എന്താണ്? ചാർജ് ഉണ്ട്. ഈ ഭാഗത്ത് പോസിറ്റീവ് ചാർജ്, ആ റീജിയന്റെ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടായത് ഇലക്ട്രോൺ പോയപ്പോഴാണ്. അപ്പോൾ അത് ന്യൂക്ലിയസിനകത്താണ്. ഈ നെഗറ്റീവ് ചാർജ് ഹോള് അബ്സോർബ് ചെയ്ത ഇലക്ട്രോണിൻ്റെതാണ്, എന്ന് പറഞ്ഞാൽ ബോണ്ടിനകത്തുള്ളതാണ്.
അപ്പോൾ ഇവിടെ ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജും ഉണ്ട് നെഗറ്റീവ് ചാർജും ഉണ്ട്. പക്ഷെ രണ്ട് ചാർജും മൂവബിൾ അല്ല, മൂവ് ചെയ്യാൻ കഴിയത്തില്ല. സോ ഇത്രയും റീജിയന്റെ പ്രത്യേകത, ഇവിടെ മൊബൈൽ ചാർജസ് ഇല്ല. ദിസ് റീജിയൻ ഈസ് ഡിപ്ലീറ്റഡ് ഓഫ് മൊബൈൽ ചാർജ് കാരിയേഴ്സ്. ചാർജ് കാരിയേഴ്സ് ഉണ്ട്, ഹോളിനകത്ത് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ബോണ്ടിനകത്ത് ഇലക്ട്രോൺസ് ഇരിപ്പുണ്ട്, ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ട്, അത് എക്സസുമാണ്. പക്ഷെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മൊബൈൽ ചാർജസ് ഇല്ലാത്ത റീജിയൻ, മൊബൈൽ ചാർജസ് മൂവ് ചെയ്യാൻ കഴിയുന്ന ചാർജ് ഉണ്ട്, പക്ഷെ അവർക്ക് മൊബൈൽ ഇല്ല, മൂവ് ചെയ്യാൻ കഴിയുന്ന ചാർജുകൾ ഇല്ലാത്ത റീജിയൻ, ഈ റീജിയനെ നമ്മൾ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയും. ഡിപ്ലീഷൻ റീജിയൻ ഓർ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയും. ഡിപ്ലീഷൻ റീജിയൻ ഓർ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയും. അപ്പോൾ ഇവിടെയൊക്കെ ചാർജ് ഉണ്ട്, അവർ മൂവബിൾ ആണ്. അതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്തിന് ചാർജ് ഉണ്ട്, പക്ഷെ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ഡിപ്ലീഷൻ ലെയർ എന്ന് പറയും. എന്നിട്ട് ഈ സംഭവത്തിന് പി എൻ ജംഗ്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു കറണ്ട് ലീഡ് എടുക്കാം, ഇവിടെ നിന്നും ഒരു കറണ്ട് ലീഡ് എടുക്കാം. അതുകൊണ്ട് തന്നെ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയും. പി എൻ ജംഗ്ഷൻ ഡയോഡ്, രണ്ട് ടെർമിനലാണ് ഡയോഡ്, പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇത്രയാണ് സംഭവം, സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, നമ്മളൊരു ഇൻട്രിൻസിക് ക്രിസ്റ്റൽ എടുക്കുന്നു, തൽക്കാലം സിലിക്കൺ എന്ന് അസ്യൂം ചെയ്യുക. അതിന്റെ ഒരു റീജിയനെ നമ്മൾ രണ്ട് പാർട്ടാക്കി മാറ്റുന്നു. ഒരു റീജിയൻ നമ്മൾ എന്ത് ചെയ്യുന്നു, 13th ഗ്രൂപ്പിന് ഡോപ്പ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പി ടൈപ്പ് ആയിട്ട് മാറും. അപ്പോൾ ഹോൾസ് ആയിരിക്കും അവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. മൈനോറിറ്റി ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ടാവും, പക്ഷെ കറണ്ടിന് കാരണം മെയിനായിട്ട് ഹോൾസ് ആയതുകൊണ്ട് അവരെ മാത്രം വരച്ചു കാണിക്കും. രണ്ടാമത്തെ ഭാഗത്തിന് 15th ഗ്രൂപ്പിന് ഡോപ്പ് ചെയ്യുന്നു. 15th ഗ്രൂപ്പിന് ഡോപ്പ് ചെയ്യുമ്പോൾ അത് എൻ ടൈപ്പ് ആയിട്ട് മാറും. എൻ ടൈപ്പ് ആയിട്ട് മാറുമ്പോൾ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി. അപ്പോൾ ഒരു ഭാഗത്ത് ഹോൾസും ഉണ്ടായി, ഒരു ഭാഗത്ത് ഇലക്ട്രോൺസും ഉണ്ടായി. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പി റീജിയനും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും, എൻ റീജിയനും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഇനി അടുത്തെന്ത് സംഭവിക്കും, ഇലക്ട്രോൺസ് എൻ റീജിയനുള്ള ഇലക്ട്രോൺസ് അവരെല്ലാം ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, റിപ്പൽഷൻ ഉണ്ടാവും, അവർ പി റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പൊ സംഭവിക്കുന്ന ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ടിരുന്ന ഭാഗത്ത് നിന്ന് ഇലക്ട്രോൺ പോയത് കൊണ്ട് അവിടെ ഒരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാകും. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരുന്ന ഭാഗത്തേക്ക് ഇലക്ട്രോൺ വന്നുകൂടാ, ആ ഇലക്ട്രോണിനെ ആ ഹോളാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ബോണ്ടിനകത്ത് കയറുകയാണ്, അപ്പോൾ അവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഭാഗത്തിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഇലക്ട്രോൺ കിട്ടിയ ഭാഗത്തിന് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പം ഈ ഭാഗത്തൊരു പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാവും, ഈ ഭാഗത്തൊരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അടുത്ത ഇലക്ട്രോൺ വരുമ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂടും, ഈ ഭാഗത്ത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടും. അപ്പോൾ ഇലക്ട്രോണിന്റെ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഹോള് തിരിച്ചങ്ങോട്ട് വേണമെങ്കിൽ ഹോൾ വെച്ചും പറയാം. ആ ഡിഫ്യൂഷൻ നടക്കുന്നതിനനുസരിച്ച് എൻ റീജിയനകത്ത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടിരിക്കും, പി റീജിയനകത്ത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടിരിക്കും. ഈ പൊട്ടൻഷ്യൽ ഫർദർ മൂവ്മെന്റ് ഒപ്പോസ് ചെയ്യണമെന്നത്, പിന്നെ ആൾറെഡി ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇലക്ട്രോൺസിന് റിപ്പൽ ചെയ്യും. അപ്പോൾ ആദ്യമൊക്കെ ഇതിന്റെ വാല്യൂ കുറവായതുകൊണ്ട് ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടി ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ എത്തിക്കഴിയുമ്പോൾ ഫർദർ മൂവ്മെന്റ് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഒരു ബാരിയറിനെ പോലെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ ജംഗ്ഷൻ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു ബാരിയറിനെ പോലെ ചാർജിന്റെ മൂവ്മെന്റിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയും. സിലിക്കൺ ക്രിസ്റ്റലാണ് നമ്മൾ ഉണ്ടാക്കിയതെങ്കിൽ അത് 0.7 വോൾട്ടും ജർമ്മേനിയം ക്രിസ്റ്റൽ ആണെങ്കിൽ അത് 0.3 വോൾട്ടും ആയിരിക്കും. അപ്പൊ ഈ ജംഗ്ഷൻ അക്രോസ് ആയിട്ടുണ്ടാകുന്ന ഈ റീജിയന്റെ പ്രത്യേകത, അവിടെ ചാർജ് ഉണ്ട് ബട്ട് നോട്ട് മൊബൈൽ അല്ല. സോ മൊബൈൽ ചാർജസ് ഇല്ലാത്ത റീജിയൻ ആണ് ഇത്. അതുകൊണ്ട് ഇതിനെ ഡിപ്ലീഷൻ ലെയർ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയും. ഈ സംവിധാനത്തിന് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയും. അപ്പോൾ നമുക്ക് രണ്ട് ലീഡ് എടുക്കാം. പി ഭാഗത്തുനിന്നൊരു ലീഡ് എടുക്കാം, എൻ ഭാഗത്തുനിന്ന് അടുത്ത ലീഡ് എടുക്കാം. ഇനി ഇതിന്റെ സിമ്പിൾ ഉണ്ട്, ഡയോഡിന്റെ സിമ്പിൾ ഉണ്ട്, അത് വേണം. ഈ ട്രയാങ്കിൾ പി റീജിയൻ റെപ്രസെന്റ് ചെയ്യുന്നു, ഈ ലൈൻ എൻ റീജിയൻ റെപ്രസെന്റ് ചെയ്യുന്നു. ഇതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഓക്കെ, നെക്സ്റ്റ്
ബയാസിങ്. എന്താണ് ബയാസിങ്? ഇപ്പൊ നമ്മുടെ ഡയോഡ് എന്ന് പറഞ്ഞ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് കമ്പോണന്റ് ഉണ്ടാക്കി. അപ്പൊ ആ ഇലക്ട്രോണിക് കമ്പോണന്റ് നമ്മൾ സർക്യൂട്ടിൽ കൊടുക്കാൻ വേണ്ടിയായിരിക്കും. അപ്പോൾ പ്രോപ്പർ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞിട്ടാണ് ബയാസിങ്. അപ്പോൾ ബയാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കമ്പോണന്റിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുക. അതിനെ ക്രോസ് ആയിട്ട് എന്താ അപ്ലൈ ചെയ്യുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സെൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുക. സെൽ അല്ലെങ്കിൽ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് ബയാസിങ്. അതാണ് പറഞ്ഞാൽ പ്രോപ്പർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുക. ആ പ്രോസസ്സിനെ പറയുന്നത് ബയാസിങ്. ഇവിടെ ഡയോഡ് ഇനി 2 ടെർമിനലുണ്ട്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ബയാസ് ചെയ്യാം. ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. ഇപ്പൊ നമ്മളൊരു കോപ്പർ വയറോ സിലിക്കൺ വയറോ ഒക്കെ എടുത്തതിന്റെ ആവശ്യമില്ല. കാരണം 2 ടെർമിനലും ഒരേ കണക്കാണ്. പക്ഷെ ഇവിടെ ഒരു ടെർമിനൽ പിയും ഒരു ടെർമിനൽ എന്നുമാണ്. അതുകൊണ്ട് നമുക്കിനെ 2 രീതിയിൽ ബയാസ് ചെയ്യാം. ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. അപ്പോൾ ബയാസിംഗ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന പ്രോസസ് ആണ്. അപ്പൊ 2 രീതിയിൽ ഡയോഡിനെ എന്ത് ചെയ്യാം? ബയാസ് ചെയ്യാം. ഫോർവേഡ് ബയാസിംഗ് എന്നും റിവേഴ്സ് ബയാസിംഗ്. ഫസ്റ്റ് വൺ ഫോർവേഡ് ബയാസിംഗ്. Forward biasing ഇത്രയേ ഉള്ളൂ. P region is connected to the positive terminal and N region is connected to the negative terminal of the cell. P region സെല്ലിന്റെ പോസിറ്റീവുമായിട്ടും N region സെല്ലിന്റെ നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്യുക. അതാണ് ഫോർവേഡ് ബയാസിംഗ്. പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണല്ലോ. ഇവിടെ ഹോൾസ് ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് ഡിപ്ലീഷൻ ലെയർ ആണ്. പി റീജിയനോട് ചേർന്ന് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഈ പി റീജിയന് പോസിറ്റീവുമായിട്ടും എൻ റീജിയൻ എന്ത് ചെയ്യുക? നെഗറ്റീവുമായിട്ടും കണക്ട് ചെയ്യുക. എന്താണ് സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്താൽ പി റീജിയനെ പോസിറ്റീവ്, എൻ റീജിയനെ നെഗറ്റീവ്. അപ്പൊ എന്താ പോയി? ഈ പോസിറ്റീവ് പൊട്ടൻഷ്യലിന്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവും, ഈ നെഗറ്റീവ് പൊട്ടൻഷ്യലിന്റെ എഫക്റ്റ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഡിപ്ലീഷൻ ലെയറിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോണുകൾ പി റീജിയനിലേക്കോ ഹോളുകൾ എൻ റീജിയനിലേക്കോ പോകത്തില്ല. കാരണം ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഹോളുകളെ റിപ്പൽ ചെയ്യും, ഈ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഇലക്ട്രോണുകളെ റിപ്പൽ ചെയ്യും. അപ്പോൾ സെല്ലിന്റെ നെഗറ്റീവ് ഇവിടെ വരും, ഈ നെഗറ്റീവ് ഈ ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രോണുകൾ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് മൂവ് ചെയ്ത് പിയിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും. അതേസമയം ഇവിടുന്ന് അങ്ങോട്ട് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് സെല്ലിന് നെഗറ്റീവ് ഉണ്ട്, ഇവിടുന്ന് ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ നെഗറ്റീവ്, രണ്ടും കൂടെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ എന്താ പോയി? ആദ്യമേ നമ്മൾ കൊടുക്കുന്ന 0.1, ഇതിപ്പോ സിലിക്കൺ ആണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0.7 ആണ്. നമ്മൾ 0.1 കൊടുത്താൽ ആ 0.1 ആരെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല? 0.7 ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. സോ ആദ്യമൊക്കെ നമ്മൾ അവിടെ പൊട്ടൻഷ്യൽ 0, 0.1, 0.2, 0.3 നമ്മൾ കൂട്ടുമ്പോൾ ആ റിപ്പൽഷൻ മൂലം ഇലക്ട്രോണുകൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആദ്യം എന്തും ചാർജുകൾ മൂവ് ചെയ്യില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്നത് 0.7 വോൾട്ടിനേക്കാൾ കൂടുതൽ കൊടുക്കുമ്പോൾ, ഇവിടെ നമ്മൾ വരുന്നത് 0.7 വോൾട്ടിനേക്കാൾ കൂടുമ്പോൾ ഇതിന്റെ റിപ്പൽഷനെ ഓവർകം ചെയ്തിട്ട് ഇലക്ട്രോണുകൾ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് മൂവ് ചെയ്യും. അതേപോലെ തിരിച്ച് ഹോളുകളും ജംഗ്ഷൻ അക്രോസ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രോൺ കറണ്ട് ഉണ്ടാവും, ഹോളുകൾ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഹോൾ കറണ്ട് ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഇതിന്റെ റിപ്പൽഷൻ കാണും, ഇങ്ങോട്ട് മൂവ് ചെയ്യും, ഹോളുകൾ അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ ആലോചിക്കേണ്ട കാര്യം, ആദ്യമേ ഒന്നും ഇലക്ട്രോണുകൾ മൂവ് ചെയ്യില്ല, കാരണം ഇന്റർണൽ പൊട്ടൻഷ്യൽ ബാരിയർ സ്റ്റോപ്പ് ചെയ്യണം, അവിടെ റിപ്പൽഷൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ആരെക്കാൾ കൂടണം? അവിടുത്തെ ഇന്റേണലിനേക്കാൾ കൂടുമ്പോൾ മാത്രമേ ഇലക്ട്രോൺസിന് ജംഗ്ഷൻ അക്രോസ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇലക്ട്രോൺ കറണ്ട്, അപ്പൊ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്ന ഇഞ്ചറാണ്, പക്ഷെ കറണ്ട് അങ്ങോട്ടേ പറയൂ, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആയിട്ട്.
ഹോൾ കറണ്ടോ, ഹോളുകൾ പോസിറ്റീവ് ചാർജിനെ പോലെ തന്നെ അങ്ങോട്ട് തന്നെ. അതുകൊണ്ട് ഇലക്ട്രോൺ കറണ്ട് ഉണ്ടാവും, ഹോൾ കറണ്ട് ഉണ്ടായിട്ട് ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഇതാണ് ഫോർവേഡ് ബയാസിന്റെ സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിന്റെ സമയത്ത് ഡയോഡ് കണ്ടക്ട്സ്. ഇത്രയുള്ള സംഭവം. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? ഒന്ന്, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഓപ്പോസിറ്റ് ടു ഇന്റേണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇന്റേണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എന്താ അപ്ലൈ ചെയ്തിരിക്കുന്നത്? എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ. അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഈസ് ഓപ്പോസിറ്റ് ടു ഇന്റേണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കാരണം ഈ നെഗറ്റീവ് ഇലക്ട്രോൺ ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് തള്ളുന്നു, ഈ നെഗറ്റീവ് ഇങ്ങോട്ട് തള്ളുന്നു. അപ്പോൾ പരസ്പരം ഓപ്പോസിറ്റ് ആണ്. രണ്ടാമത്തത്, when applied potential is greater than internal potential barrier, charge carriers flows across the junction, hence diode conducts. അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയറിനേക്കാൾ കൂടുമ്പോൾ ചാർജ് കാരിയേഴ്സിന് അക്രോസ് ആയിട്ട് മൂവ് ചെയ്യുകയും ഡയോഡ് എന്ത് ചെയ്യുകയും ചെയ്യും? കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. മൂന്ന്, വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ ഡിക്രീസസ്. ഈ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത്, കാരണം രണ്ട് ചാർജ് കാരിയേഴ്സ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ലെയർ ഡിക്രീസസ്. ഈ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇതാണ് ഫോർവേഡ് ബയാസിന്റെ പ്രത്യേകത. ഇനി ഫോർവേഡ് ബയാസിന്റെ സമയത്ത് കറണ്ട് ഉണ്ടാകുന്ന പറഞ്ഞല്ലോ, ആ കറണ്ട് മില്ലി ആംപിയർ റേഞ്ചിലായിരിക്കും. ഫോർവേഡ് ബയാസിന്റെ സമയത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ട് മില്ലി ആംപിയർ റേഞ്ചിലായിരിക്കും. അപ്പൊ ആലോചിക്കേണ്ടത്, സിലിക്കൺ കേസിനകത്ത് 0.7 വോൾട്ടിനേക്കാൾ കൂടുമ്പോഴേ കണ്ടക്ഷൻ നടക്കും. ജെർമേനിയം ആകുമ്പോൾ 0.3 വോൾട്ടിനേക്കാൾ കൂടുമ്പോൾ മാത്രമേ കണ്ടക്ഷൻ നടക്കൂ. നെക്സ്റ്റ്, റിവേഴ്സ് ബയാസിംഗ്. റിവേഴ്സ് ബയാസിംഗ് ആകുമ്പോൾ P region is connected to the negative terminal and N region is connected to the positive terminal. P region നെഗറ്റീവ് ടെർമിനലായിട്ടും N region പോസിറ്റീവ് ടെർമിനലായിട്ടും. ആ P regionനകത്ത് ഹോൾസ് ഉണ്ട്, N regionനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ നെഗറ്റീവ് ഇവിടെ വരും, ഈ പോസിറ്റീവ് ഇവിടെ വരും. ഈ നെഗറ്റീവ് ഇലക്ട്രോൺ ഇങ്ങോട്ട് വരാതെ റിപ്പൽ ചെയ്യുന്നു, ഈ നെഗറ്റീവും ഇലക്ട്രോൺ ഇങ്ങോട്ട് വരാതെ റിപ്പൽ ചെയ്യുന്നു. ഈ പോസിറ്റീവ് ഹോളുകൾ ഇങ്ങോട്ട് വരാതെ റിപ്പൽ ചെയ്യുന്നു, ഈ പോസിറ്റീവും ഹോളുകൾ ഇങ്ങോട്ട് വരാതെ റിപ്പൽ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയറും അപ്ലൈഡ് പൊട്ടൻഷ്യലും സെയിം ആയിട്ട് ആക്ട് ചെയ്യുന്നു, ഒരേപോലെ ആക്ട് ചെയ്യുന്നു. രണ്ടുപേരും ജംഗ്ഷൻ അക്രോസ് ആയിട്ട് ചാർജ് മൂവ് ചെയ്യാതെ നോക്കുന്നു. അപ്പോൾ ഹോളുകൾ എന്ത് ചെയ്യും? ഈ നെഗറ്റീവിന് അട്രാക്ഷൻ കാരണം ഇങ്ങോട്ടത്തേക്ക് പോകും, ഇലക്ട്രോണുകളോ ഇങ്ങോട്ട് പോകും. അപ്പം രണ്ട് ചാർജ് കാരിയേഴ്സും മൂവ് എവേ ഫ്രം ദി ജംഗ്ഷൻ, ജംഗ്ഷനിൽ നിന്ന് എവേ ആയിട്ട് മൂവ് ചെയ്യും. സോ ഈ ഡയോഡിൽ കൂടി കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, സോ ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട്. ഇത്രയുള്ള സംഭവം. അപ്പോൾ റിവേഴ്സ് ബയാസിന്റെ സമയത്ത് പി റീജിയനെ നെഗറ്റീവായിട്ടും എൻ റീജിയനെ പോസിറ്റീവായിട്ടും കണക്ട് ചെയ്തു. ആ നെഗറ്റീവും പോസിറ്റീവും ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ എന്താണോ വെച്ചത് അത് തന്നെ ചെയ്തു. ജംഗ്ഷൻ അക്രോസ് ആയിട്ട് ചാർജ് കാര്യം മൂവ് ചെയ്യാതെ ഒപ്പോസ് ചെയ്യുന്നു. ഈ ഇങ്ങോട്ട് വരാൻ പോകുന്ന ഇലക്ട്രോണുകളെ ഒപ്പോസ് ചെയ്യുന്നു, ഈ പോസിറ്റീവ് അങ്ങോട്ട് ചെയ്യുന്ന ഹോളുകളെ ഒപ്പോസ് ചെയ്യുന്നു. സോ രണ്ടുപേരും ഒരേപോലെ ആക്ട് ചെയ്യുന്നു, സെയിം മാനറിൽ ആക്ട് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യുന്നു? മൂവ് എവേ ഫ്രം ദി ജംഗ്ഷൻ. അപ്പോൾ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് കറണ്ട് ഫ്ലോ ഇല്ല, സോ ഡസ് നോട്ട് കണ്ടക്ട്. വിഡ്ത്ത് ഓഫ് ദി ഡിപ്ലീഷൻ ലെയർ ഇൻക്രീസസ്. ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇവിടെ ഒരു കറണ്ട് കാണും, ആരുമില്ല. മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്തങ്ങ് പോയി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ വരയ്ക്കാത്ത ഒരാളുണ്ട്. പി റീജിയനിൽ മെജോറിറ്റി ഹോൾ ആണെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ ഇലക്ട്രോൺ ഉണ്ട്. എൻ റീജിയനകത്ത് മെജോറിറ്റി ഇലക്ട്രോൺ ആണെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ ഹോൾസ് ഉണ്ട്.
ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉണ്ടാകുന്നത്. മെജോറിറ്റി വെച്ച് നോക്കുമ്പോഴാണ് റിവേഴ്സ് ബയാസിങ്. മൈനോറിറ്റി വെച്ച് നോക്ക്, ഈ നെഗറ്റീവ് ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യും, ഈ പോസിറ്റീവ് ഹോൾസിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഒരു ജംഗ്ഷൻ അക്രോസ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യും, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ജംഗ്ഷന് എവേ ആയിട്ട് മൂവ് ചെയ്യും. പക്ഷേ ഈ കൊടുത്ത പൊട്ടൻഷ്യലിന്റെ ഫലമായിട്ട് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യും. അവരുടെ എണ്ണം വളരെ കുറവാണ്. സോ ഉണ്ടാകുന്ന കറണ്ടും വളരെ കുറവായിരിക്കും. ഉണ്ടാകുന്ന കറണ്ട് മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും. ഉണ്ടാകുന്ന കറണ്ട് മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും. നമ്മളതിനെ ലീക്കേജ് കറണ്ട് എന്ന് പറയും. ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ റിവേഴ്സ് കറണ്ട് എന്ന് പറയും. ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ റിവേഴ്സ് കറണ്ട് എന്ന് പറയും. ആ കറണ്ട് മാക്സിമം റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയും. മാക്സിമം വരും ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ റിവേഴ്സ് കറണ്ട് എന്ന് പറയും. എന്തായാലും മൈക്രോ ആംപിയർ റേഞ്ചിലുള്ള ഒരു കറണ്ട് ഉണ്ടായിരിക്കും. ഇതാണ് റിവേഴ്സ് ബയാസ്. അപ്പോൾ റിവേഴ്സ് ബയാസിന്റെ സമയത്ത് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂലം കറണ്ട് ഉണ്ടാവില്ല, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂലം ചെറിയ അളവിലൊരു കറണ്ട് ഉണ്ടാവും. ഇതാണ് റിവേഴ്സ് ബയാസ്. അപ്പോൾ ഫോർവേഡ് ബയാസിന്റെ സമയത്ത് കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിന്റെ സമയത്ത് കണ്ടക്ട് ചെയ്യത്തില്ല. കണ്ടക്ട് ചെയ്താൽ പൂർണ്ണമായിട്ടും പറയാൻ പറ്റുന്നില്ല, വളരെ കുറഞ്ഞ അളവിൽ ഒരു കറണ്ട് ഉണ്ടായിരിക്കും. ഇത്രയാണ്.